ഹായ്. അപ്പോൾ ഇന്ന് ദൈവത്തിനെ കാണാൻ പറ്റൂല്ല എന്നുള്ള കാര്യം പറയാം. ഞാനിങ്ങനെ ഒരു കമൻറ്റ് കണ്ടപ്പോഴാണ് അതിനകത്തിങ്ങനെ ഒരാൾ ചോദിക്കുന്നുണ്ട്, ദൈവം അവിടെയുണ്ട് ഇവിടെയുണ്ട് മറ്റിടത്തുണ്ടെന്ന് പറയുന്നതല്ലാതെ ഈ ദൈവത്തിനെ നേരിട്ട് നമുക്ക് കാണാൻ സാധിക്കുമോ എന്നൊരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പറ്റുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇച്ചിരി നിങ്ങൾ നോക്കൂ, നമ്മുടെ ഉള്ളിലൊരു ദൈവം ഉണ്ടല്ലോ, അതായത് യഥാർത്ഥ സ്ഥിതിഗത അറിയുന്ന യാഥാർത്ഥ്യത്തെ നിലനിർത്തുന്ന ഒരു ദൈവം. ആ ദൈവത്തെ പറ്റിയല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഏത് ദൈവത്തിൻ്റെ ഭക്തനാണെങ്കിലും, അത് യേശുവിൻ്റെയോ അല്ലെങ്കിൽ ഇനി മറ്റേതെങ്കിലും കൃഷ്ണൻ്റെയോ അല്ലെങ്കിൽ ഗുരുവിൻ്റെ ആവാം, രമണ മഹർഷി തുടങ്ങിയ ഒരുപാട് ഗുരുക്കന്മാരുടെ, ഇനി അതൊന്നും അല്ല രൂപമില്ലാത്തൊരു ദൈവം, അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവം എന്ന് പറയുന്നത് ഗണപതിയാണ്, അല്ലെങ്കിൽ ഒരു മൂഷിക രാജാവാണ്, സൂര്യഭഗവാനാണ്. ഇവരിൽ ആരെ നിങ്ങൾ ആരാധിച്ചാലും, നിങ്ങൾ വളരെ ഡീപ്പായി ഡിസയർ ചെയ്താൽ, നിങ്ങൾ വളരെ ഡീപ്പായി അവരുടെ നാമം ഉരുവിടുകയും ഡിസയർ ചെയ്യുകയും മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായും ദൈവം നിങ്ങളുടെ മുമ്പിൽ വരും. എന്താ സംശയം? നിങ്ങളുടെ കൺമുമ്പിൽ കാണും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ദൈവം ഏതോ ആ ദൈവത്തിനെ നിങ്ങൾ കൺമുമ്പിൽ നിങ്ങൾ കണ്ടിരിക്കും. ആ ശ്രീകൃഷ്ണനായിരിക്കാം. പൂന്താനം എങ്ങനെയാണ് ശ്രീകൃഷ്ണനെ കണ്ടത്? അതുപോലെയാണ് പലരും ശിവനെ കണ്ടത് എങ്ങനെയാണ്, ബ്രഹ്മാവിനെ കണ്ടത് എങ്ങനെയാണ്, വിഷ്ണുവിനെ കണ്ടത് എങ്ങനെയാണ്. തീർച്ചയായും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഒരു കാര്യം കൂടെ പറയാം, അത് നിങ്ങളുടെ മനസ്സിനൊരു പ്രൊജക്ഷൻ ആയിരിക്കും, ഒരു ഹാലൂസിനേഷൻ ആയിരിക്കും. ഇപ്പോൾ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു റിയാലിറ്റി നിങ്ങൾ കൂടുതൽ ഭീകരമായി കോംപ്ലിക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സായിട്ട് മാറും. അത്രേ ഉള്ളൂ. അല്ലാതെ കാണാൻ പറ്റായകയൊന്നുമില്ല. നിങ്ങൾ പറയുന്ന എന്ത് ആഗ്രഹവും ചിലപ്പോൾ ഈ പ്രത്യക്ഷപ്പെടുന്ന ദൈവം സാധിച്ചു തന്നിരിക്കാം. പക്ഷെ അപ്പോഴും നിങ്ങളുടെ ഇലൂഷൻ കൂടുതൽ ടൈറ്റ് ആവുകയോ, ആ ഇലൂഷനിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങൾക്ക് സാധിക്കില്ല. നോക്കൂ, ഈ ശ്രീരാമകൃഷ്ണ പരമഹംസനെ പറ്റി നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഈ വിവേകാനന്ദൻ്റെ ഗുരുവായിരുന്നു അദ്ദേഹം. ഈ ശ്രീരാമകൃഷ്ണ പരമഹംസനെ പറ്റി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം വളരെ കഠിനമായ ഒരു തപസ് അനുഷ്ഠിച്ചിരുന്നു. അദ്ദേഹം കാളി ഭക്തനായിരുന്നു. കാളീദേവി അദ്ദേഹത്തെ കാണാൻ സ്ഥിരമായി പ്രത്യക്ഷപ്പെടുമായിരുന്നു. കാളീദേവിയെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സുഖാനുഭവത്തിൻ്റെ എക്സ്റ്റസിയിൽ അദ്ദേഹം പലപ്പോഴും മോഹാലസ്യപ്പെട്ട് വീണിട്ടുണ്ട്. കാരണം ഭഗവതി നേരിട്ട് യഥാർത്ഥ രൂപത്തിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുമ്പോൾ അതിൻ്റെ സുഖത്തിൽ അങ്ങോട്ട് മറിമറക്കുകയാണ് നമ്മുടെ ഈ ശ്രീരാമകൃഷ്ണ പരമഹംസൻ. അദ്ദേഹം അതിലിങ്ങനെ സന്തോഷിച്ച് കുറേ കാലം ജീവിച്ചു പോയി. പലപ്പോഴും എപ്പോഴാണ് കാളീദേവി വരുന്നതെന്നൊന്നും അദ്ദേഹത്തിന് പറയാൻ സാധിക്കില്ല. ആ ദേവി വരുന്ന സമയം ചിലപ്പോൾ അദ്ദേഹം അറിയ പോലുമില്ല. ചിലപ്പോൾ ഒരു കാലടി നാദത്തോടു കൂടിയൊക്കെ ആയിരിക്കും വരുന്നത്. ഈ ശ്രീരാമകൃഷ്ണ പരമഹംസനെ കാണാൻ വേണ്ടി കാളി ഭഗവതി അല്ലെങ്കിൽ കാളീദേവി വരുന്നതിൻ്റെ കാലടി ശബ്ദം ശ്രീരാമകൃഷ്ണ പരമഹംസൻ അല്ലാതെ മറ്റു പലരും കേട്ടതായൊക്കെ പറയുന്നുണ്ട്. കാരണം അത്രത്തോളം ഡെപ്തോടു കൂടിയതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രൊജക്ഷൻ. കാരണം അദ്ദേഹത്തിൻ്റെ മൈൻഡ് അത്രത്തോളം വൺ പോയിൻറ്റഡ് ആയിരുന്നു, ഒരേ ഏകാഗ്രത ഉണ്ടായിരുന്നു ആ മനസ്സിന്. അതുകൊണ്ട് അദ്ദേഹം പ്രൊജക്റ്റ് ചെയ്യുന്ന ആ ഇമേജ് മറ്റുള്ളവർക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും യാഥാർത്ഥ്യം ശ്രീരാമകൃഷ്ണ പരമഹംസൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒരുപാട് ദൂരെയായിരുന്നു അദ്ദേഹം അപ്പോഴും. ഒടുവിൽ അദ്ദേഹത്തോട് ആരോ പറഞ്ഞതായിട്ടൊരു കഥയുണ്ട്. എനിക്ക് ആ കഥയുടെ പൂർണ്ണരൂപം ഓർമ്മയില്ല. നീ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ രമണ മഹർഷിനെ പറയാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പോകുന്നതാണോ ദൈവം? ദൈവം ഇപ്പോൾ ഇവിടെ ഉണ്ട്, കാലത്തിനും ദേശത്തിനും അതീതമായി എപ്പോഴും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് പ്രത്യക്ഷപ്പെടുകയും ഇടയ്ക്ക് അപ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്ന ഒന്നിനും ദൈവമാവാൻ സാധിക്കില്ല. അതിനൊരു ഇലൂഷൻ മാത്രമേ ആവാൻ സാധിക്കൂ. ദൈവം ഇപ്പോൾ ഇവിടെ ഉണ്ട്, എപ്പോഴും എവിടെയും ഉണ്ട്. നിങ്ങൾ ജനിച്ച സമയം മുതൽ നിങ്ങൾ മരിക്കുമ്പോഴും, നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പും നിങ്ങൾ മരിച്ചതിന് ശേഷവും ദൈവം ഇവിടെ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് പല മഹാത്മാക്കളും പറയുന്നത് നിങ്ങൾക്ക് ദൈവത്തെ അറിയാൻ വളരെ ഈസിയാണ്. കാരണം ദൈവം ഇപ്പോൾ ഈ നിമിഷം ഇവിടെ ഉണ്ട്, എങ്ങും പോകണ്ട അതന്വേഷിച്ച്. ഒന്നും ശ്രദ്ധിക്കാനുള്ള ഒരു മനസ്സുണ്ടായാൽ മാത്രം മതി. എനിവേ, കമ്മിങ് ബാക്ക് ടു ദ സ്റ്റോറി. ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ ഈ ഒരു വെൽവിഷർ അദ്ദേഹത്തോട് പറഞ്ഞത്, നിങ്ങൾ ഇനി കാളീദേവിയെ കാണുമ്പോൾ ഒരു വാളെടുത്ത് വെട്ടണമെന്നാണ് പറഞ്ഞത്. ഈ ഒരു സെൻ കഥയുണ്ട്, നിങ്ങൾ വഴിയിൽ വെച്ച് ബുദ്ധനെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം ബുദ്ധനെ കൊന്നുകളയണം. മനസ്സിലായോ? നിങ്ങൾക്ക് ഇത് കണക്റ്റ് ആവുന്നുണ്ടോയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നോക്കൂ, അങ്ങനെ ശ്രീരാമകൃഷ്ണ പരമഹംസ ചെയ്തതായും പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇലൂഷൻ, അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ മായയെ വെട്ടി കൊല്ലുന്നതായിരുന്നു അദ്ദേഹം ഈ കാളീദേവിയുടെ പ്രത്യക്ഷപ്പെടുന്ന രൂപത്തിനെ വെട്ടി ഇല്ലാതാക്കുന്നത്.
അതോടുകൂടി ദിവ്യ പ്രപഞ്ചം പ്രത്യക്ഷപ്പെടുകയാണ്. സർവ്വതും കോൺഷ്യസ്നെസ്സായിട്ട് മാറുകയാണ്. അദ്ദേഹം കണ്ടുകൊണ്ടിരുന്ന ആ രൂപത്തിൽ അദ്ദേഹം ആരാധിച്ചിരുന്ന ആ ദേവിയും അദ്ദേഹവും എല്ലാം ഒന്നാണ് എന്നുള്ള തിരിച്ചറിവ് അവിടെ ഇങ്ങനെ പ്രബോധിക്കുകയാണ്. ഇത് മനോഹരമാണല്ലേ. അതിനുശേഷം അദ്ദേഹം മഹാഗുരുവായി മാറി. നിരീശ്വരവാദിയായിരുന്ന സാക്ഷാൽ വിവേകാനന്ദൻ അദ്ദേഹത്തിന് പിന്നീട് വന്ന പേരാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് എനിക്കിപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല. അല്ല, വെറുതെ ആലോചിക്കാൻ ശ്രമിക്കണ്ട. അദ്ദേഹം പിന്നീട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വരികയും ഇദ്ദേഹത്തിൻ്റെ ചില സൂപ്പർ നാച്ചുറൽ എബിലിറ്റിയൊക്കെ കാണിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് യാഥാർത്ഥ്യം എന്നൊരു നിമിഷത്തേക്ക് കാണാനുള്ള ഒരു അവസരം ശ്രീരാമകൃഷ്ണ പരമഹംസ ഉണ്ടാക്കി കൊടുത്തത് കൊണ്ടാണ് നിരീശ്വരവാദിയായ നരേന്ദ്രൻ, അല്ലേ, അത് ചിന്തിക്കേണ്ട കാര്യമില്ല, അത് വരും, നരേന്ദ്രൻ ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ ശിഷ്യനാവുകയും പിന്നീട് വിവേകാനന്ദൻ എന്നുള്ള പേര് സ്വീകരിക്കുകയൊക്കെ ചെയ്തത്. ഈ വിവേകാനന്ദൻ മാംസാഹാര പ്രിയനായിരുന്നു എന്ന് പലർക്കും അറിയില്ല. ഇടയ്ക്ക് പലരും ഈ മാംസാഹാരത്തെ പറ്റി ഇങ്ങനെ ഡൗട്ട് ചോദിക്കുമ്പോഴാണ് ഞാൻ അത് വീണ്ടും പറയേണ്ടി വരുന്നത്. അതുപോലെ തന്നെ ഈ ശ്രീരാമകൃഷ്ണ പരമഹംസ മരിക്കാൻ നേരത്ത്, അദ്ദേഹം സമാധിയാവാൻ സമയത്ത് ഈ വിവേകാനന്ദനോട് ചോദിച്ചതായിട്ട് പറയുന്നുണ്ട്. അതായത് ഈ ശ്രീരാമകൃഷ്ണ പരമഹംസ ഒരുപാട് മെറ്റാഫിസിക്കൽ സൂപ്പർ നാച്ചുറൽ എബിലിറ്റീസ് ഹോൾഡ് ചെയ്തിരുന്ന വ്യക്തിയാണെന്നാണ് പറയുന്നത്. കഥകളാണ്, എനിക്കറിയില്ല. അപ്പോൾ അദ്ദേഹം നരേന്ദ്രനോട്, അതായത് വിവേകാനന്ദനോട് ചോദിക്കുകയുണ്ടായി, എൻ്റെ എല്ലാ ശക്തികളും ഞാൻ നിന്നിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് തരാം. അതായത് നിനക്കും ഈ ക്ലെയർവോയൻസും ഈ അത്ഭുത സിദ്ധികളും പെരുമാറാനും കാഴ്ചവെക്കാനുമുള്ള അവസരം ഞാൻ തരാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസനോട് വിവേകാനന്ദൻ പറഞ്ഞത്, വേണ്ട ഗുരു, എനിക്ക് അങ്ങയുടെ അനുഗ്രഹം മാത്രം മതി. യാഥാർത്ഥ്യം, സത്യം, പ്യുവർ കോൺഷ്യസ്നസ് അറിയാൻ എനിക്ക് സാധിക്കാൻ വേണ്ടി എന്നെ അനുഗ്രഹിക്കുക എന്ന് മാത്രമാണ് പറഞ്ഞത്. കാരണം അദ്ദേഹത്തിന് അറിയാം, ഈ സിദ്ധികളിൽ പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ മറ്റു വഴികളിലേക്ക് ചെന്ന് വീഴും. ചില ആവശ്യമില്ലാത്ത ചിന്തകൾ നമ്മുടെ ഉള്ളിലെ ഈഗോയെ, സെൽഫ് ഐഡൻറ്റിറ്റിയെ കൂടുതൽ ബലപ്പെടുത്തും. നമുക്കൊരിക്കലും ഇന്ന് വെളിയിൽ വരാൻ സാധിക്കില്ല. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇതൊക്കെ വെറും ഗെയിമാണ്, ഇതൊക്കെ വെറും മായയാണ്, ഇതൊക്കെ വെറും ഡ്രാമയാണ്. ഈ ഡ്രാമയിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കാതെ ഈ ഡ്രാമയ്ക്കകത്ത് തന്നെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. എന്ത് കാര്യം? നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഉത്സവപ്പറമ്പിൽ നിൽക്കുമ്പോൾ അവിടെ ഒരു നാടകം നടക്കുന്നു. നിങ്ങൾ ആ നാടകത്തിനകത്ത് അഭിനയിക്കുന്ന ആളുകൾ, അവരാ നാടകമാണ് ജീവിതമെന്ന് വിചാരിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ആ നാടകം പുറത്തുനിന്ന് കാണുന്നവനെ അദ്ദേഹം ചെയ്യുന്നതിൻ്റെ മണ്ടത്തരം നമുക്ക് മനസ്സിലാവുള്ളൂ. ആ നാടകം ഞാൻ ജീവിതമാണെന്ന് വിചാരിച്ച് അതിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന അഭിനേതാവിന് അതിൻ്റെ മണ്ടത്തരം മനസ്സിലാവില്ല. അയാൾക്കത് മനസ്സിലാവണമെങ്കിൽ അയാൾ ആ ഡ്രാമയിൽ നിന്ന് പുറത്തു വരണം. പുറത്തു വന്നാൽ മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റൂ. സോ അതിൽ നിന്ന് പുറത്തു വരുന്നതാണ് ജീവിത ലക്ഷ്യം. ദൈവത്തിനെ കാണുന്നതോ ദൈവത്തിനെ രൂപങ്ങളെ ആരാധിക്കുന്നതോ വിഗ്രഹങ്ങൾ കെട്ടിപ്പടുക്കുന്നതോ ഒന്നുമല്ല ആവശ്യം. ഇതെൻ്റെ കാഴ്ചപ്പാടാണ്. നിങ്ങൾക്ക് ദൈവത്തിനെ കാണണമെന്ന് ആഗ്രഹമുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഉപാസിക്കൂ, നിങ്ങൾ വളരെ ഡീപ്പായി ആഗ്രഹിക്കൂ, പ്രൊജക്റ്റ് ചെയ്യൂ, നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാം നിങ്ങളുടെ ദൈവത്തിനെ. രമണ മഹർഷിയോട് ഒരാളിങ്ങനെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്ന്. അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ ദൈവത്തെ കണ്ടിട്ടില്ല. പിന്നെ നിങ്ങളങ്ങനെ ഈ മഹാഗുരുവായി, നിങ്ങൾക്ക് എന്തറിയാം എന്ന് ചോദിച്ചപ്പോൾ രമണ മഹർഷി പറഞ്ഞത്, ഞാൻ എന്നെ കണ്ടിട്ടുണ്ട്, ഞാൻ എന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു, ഞാൻ എന്നെ എപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. നിങ്ങൾ നിങ്ങളെ അറിയൂ, നിങ്ങളെ കാണൂ. അവനവനെ അറിഞ്ഞതിന് ശേഷം പോരെ ദൈവത്തിനെ അറിയാൻ നടക്കുന്നത്. നമുക്ക് സ്വയം ആരാണ്, എന്താണ് ഞാൻ എന്ന് പറയുന്നതിൻ്റെ ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയാതെ മറ്റേത് ദൈവത്തെ കണ്ടിട്ട് എന്തുപയോഗം? ഒരു ഉപയോഗവുമില്ല. നിങ്ങൾക്കിനിയും ദൈവത്തിനെ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും, ഞാൻ പറഞ്ഞല്ലോ, കാണാൻ സാധിക്കും. ബട്ട് ഇറ്റ് വിൽ ബി അനദർ ഇലൂഷൻ. നിങ്ങൾ ഇപ്പോൾ കാണുന്ന കെട്ടുപാടിൽ നിന്ന് കൂടുതൽ കെട്ടുപാടുകളിലേക്ക് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോവാം. അതിനെ തടയാൻ ആർക്കും ആവില്ല. എനിവേ, ഓൾ ദി ബെസ്റ്റ്. ദൈവത്തെ കാണാനുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ടാവട്ടെ. താങ്ക് യു.